ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ ആദ്യം റിപ്പോർട്ടർ ചാനലിലൂടെ തൻ്റെ മുഖം വെളിപ്പെടുത്തി ലഹരി മാഫിയക്കെതിരെ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ നിസാം വളാഞ്ചേരിയെ നമ്മൾ നേരിൽ കണ്ടു. നിസാംക്ക് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കാറുണ്ട്. എല്ലാവരും എൻ്റെ ഉള്ളിൽ തന്നെ ചോദിക്കുന്ന, എനിക്ക് സ്വയം ചോദിക്കാൻ വരുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എപ്പോഴും ആലോചിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. നിലവിൽ ഒരു തവണ ഈ MDMA, മെത്താഫിറ്റമിൻ ഇതുപോലെയുള്ള വലിയ മാരക രാസലഹരിക്ക് അടിമപ്പെട്ട ഒരാൾക്ക് ഈ സംഭവങ്ങളെല്ലാം ഉപേക്ഷിച്ച് പരിപൂർണമായിട്ട് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നാണ് ചോദ്യം. തീർച്ചയായും അത് കഴിയും. ഇപ്പോൾ ഈ ഓരോ വ്യക്തികൾക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ലഹരി മാഫിയ അല്ലെങ്കിൽ ഈ ലഹരി എന്ന് പറഞ്ഞ ഈ സാധനത്തിൽ നിന്ന് ഇറങ്ങി പോരാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ആർക്കും കഴിയാത്തതുകൊണ്ടാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഇത് നിർത്തണം എന്ന് തോന്നും. പക്ഷെ ഒരാളും ഇവരെ ഏറ്റെടുക്കൂല. ഇവരെ ഫ്രണ്ട്സുകളെല്ലാവരും തള്ളിപ്പറയും. വീട്ടുകാരടക്കം നാട്ടുകാരും വീട്ടുകാരൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇവരെ ഒഴിവാക്കി നിർത്തുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇതിൽ നിന്ന് പോരാൻ പറ്റാത്തത്. ഇവരെ ഇന്ന് പണ്ടുണ്ടായിരുന്ന ഗ്യാങ്ങിൽ നിന്നൊക്കെ മാറി ഇവരൊരു ഗ്യാങ്ങിൽക്കായിട്ടാണ് പോവുകയാണ്. ആ ഗ്യാങ്ങിൽ നിന്ന് ഇവർ തിരിച്ച് നല്ലൊരു ഗ്യാങ്ങിൽക്ക് ആരും ഉൾപ്പെടുത്തൂല. എല്ലാവരും ഇവൻ MDM ആണ്, ഇവൻ കഞ്ചാവാണ് കാരണം എഴുതി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഇതിൽ നിന്ന് വരാൻ പറ്റാത്തത്. പിന്നെയും പഴയ കൂട്ടുകെട്ട്, ഒന്നാമത് ഈ കൂട്ടുകെട്ടാണ് പ്രശ്നം. ഈ കൂട്ടുകെട്ടിലേക്ക് പോണേ ഇപ്പോഴത്തെ കൂട്ടുകെട്ടിലൂടെ പോകുമ്പോൾ ഒരാൾ നിർത്തിയിട്ടുണ്ടെങ്കിലും അവനെ തിരിച്ച് അതിലേക്ക് തന്നെ കൊണ്ടുവരാൻ അവൻ്റെ കൂട്ടുകെട്ട് അവൻ എടാ ഞാൻ നിർത്തിയെന്ന് പറഞ്ഞാൽ ഇജ്ജ് നിർത്തല്ലേ, ഈ നിർത്തിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ മറ്റവൻ പ്രേരിപ്പിച്ചിട്ടാണ് ഇത് പോണത്. ഒരാൾ നിർത്തിയിട്ടുണ്ടെങ്കിലും പക്ഷെ അവനെ തിരിച്ചു കൊണ്ടുവരിക അവൻ്റെ കൂട്ടുകെട്ടിലുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നിർത്താൻ കഴിയും, ഓരോരുത്തർക്കും കഴിയും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. ഇവർക്കൊക്കെ ഓരോ കഥകളും ഉണ്ട്, നിർത്തിയതും തുടങ്ങിയതൊക്കെ ആയിട്ട് കഥകളുണ്ട്. അപ്പോൾ നിർത്താൻ കഴിയും. അവൻ്റെ മനസ്സ്, അവൻ്റെ മനക്കെട്ടി, നമുക്ക് നമ്മളെ ലൈഫ് നഷ്ടപ്പെടും എന്നുള്ള ചിന്ത എന്തായാലും തോന്നും ഇതിന്. ഇത് ഉപയോഗിച്ച് നടക്കുന്നവർക്ക് തോന്നും നമ്മളെ ലൈഫ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത് കൊണ്ട് അവർക്ക് തന്നെ നിർത്താൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുക, എന്താണ് ഇത് ഉപയോഗിച്ചിട്ട് കിട്ടുന്നത്, എൻ്റെ ലൈഫിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് ചിന്തിച്ചിട്ട് എല്ലാവരും നിർത്തുക. സ്വയം തോന്നൽ കൊണ്ട് നിർത്താൻ ശ്രമിക്കുക.